മാലാഖ അധ്യായം 16 നോവൽ തുടർച്ച. എന്താ നിങ്ങൾ ഈ രണ്ട് വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നം? എസ് ഐ മഹേഷ് കുമാർ ചോദിച്ചു. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പ്രശ്നം മുഴുവൻ ജയപ്രകാശും അയാളുടെ അമ്മയും കൂടെ ഉണ്ടാക്കുന്ന സാറേ, സുദർശൻ പറഞ്ഞു. ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, സുഭദ്ര ചെറുത്തു. എൻ്റെ മോൻ്റെ ഭാര്യയാണല്ലോ ഇവള്. ഓപ്പറേഷനാണെന്ന് പറഞ്ഞ് 3 മാസം മുൻപ് കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ. പോകരുതെന്ന് എൻ്റെ മോൻ പറഞ്ഞിട്ട് കേൾക്കാതെ പോയി. ഇതുവരെ വീട്ടിലോട്ട് തിരിച്ചു വന്നില്ല. ഒന്നുമില്ലേലും എൻ്റെ മോൻ്റെ കുഞ്ഞിനെയല്ലേ ഇവള് പ്രസവിച്ചത്. എൻ്റെ മോൻ ചെന്നാൽ അതിനെ കാണാൻ പോലും സമ്മതിക്കത്തില്ല. അതിൻ്റെ സങ്കടം കൊണ്ടാണ് സാറേ അവൻ ഇന്നലെ കുടിച്ചേച്ചും ചെന്ന് വഴക്കുണ്ടാക്കിയത്. ആർക്കായാലും മനോവിഷമം തോന്നത്തില്ല സാറേ. എസ് ഐ തലയാട്ടി. ഇനി നിങ്ങൾ പറ. എസ് ഐ അജിതാമ്മയും പവിത്രയും നോക്കി. പവിത്ര നിസ്സംഖ്യയായി നിന്നതേ ഉള്ളൂ. അജിതാമ്മയാണ് സംസാരിച്ചത്. സാറേ, എൻ്റെ മോൾക്ക് അത്യാവശ്യമായിട്ട് ഓപ്പറേഷൻ നടത്താമെന്ന് 9 മാസം മുൻപ് ഡോക്ടർമാർ പറഞ്ഞതാ. ഇല്ലെങ്കിൽ അത് ക്യാൻസറായിട്ട് മാറുമെന്നും പറഞ്ഞു. ഞങ്ങൾ കടവും അതിൻ്റെ പലിശയായിട്ട് കഴിയുന്നവരാ. ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. 6 മാസം എൻ്റെ മോള് സഹിക്കാൻ വയ്യാത്ത വേദനയായിട്ട് നടന്നു. ഈ നിൽക്കുന്ന പ്രകാശിൻ്റെ അമ്മ നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നു പവിത്രയ്ക്ക് ക്യാൻസറാണെന്നും ഉടനെ ചത്തുപോകുമെന്നും അത് കഴിയുമ്പോൾ മോനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിക്കുമെന്നും. പ്രകാശനല്ലേ ചികിത്സിക്കണ്ടേ? അവൻ അനങ്ങിയില്ല. ചത്തുപോകുന്നെങ്കിൽ പോകട്ടെ എന്ന് അവനും വിചാരിച്ചാണ്. എൻ്റെ മോടെ കൂട്ടുകാരി കാണാൻ ചെന്നപ്പോൾ എൻ്റെ മോള് ചോരയിൽ കുളിച്ച് കിടക്കുക. അവളത് കണ്ട് വിഷമിച്ച് വീട്ടിൽ പോയി സ്വന്തം അമ്മയുടെ കെട്ടുതാലി വാങ്ങി പണയം വെച്ച് ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ കൊണ്ട് തന്നു. അന്നേരം ആ പൈസ പ്രകാശന് വേണം, വണ്ടിയുടെ ടെസ്റ്റിംഗ് നടത്തുമെന്ന്. എസ് ഐ മുഖം തിരിച്ച് ജയപ്രകാശിനെ നോക്കി. നേരാണോടാ നായേ? ഒരാഴ്ചത്തേക്ക് തിരുമറിക്ക് ചോദിച്ചതാ സാറേ. ജയപ്രകാശ് ഞരങ്ങി. ഒരാഴ്ചത്തെ തിരുമറിക്കെന്ന് പറഞ്ഞ് പലതവണയായി 22.5 പവൻ എൻ്റെ മോളോട് കൊഞ്ചി വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇന്നേ വരെ തിരിച്ചു കൊടുത്തിട്ടില്ല സാറേ. ഒരു തരി പൊന്നില്ല എൻ്റെ മോളുടെ കയ്യിൽ. കൊടുത്താൽ ഇവൻ തരില്ലെന്ന് ഉറപ്പാ. എൻ്റെ മോളുടെ ഓപ്പറേഷനും നടക്കത്തില്ല. കാശ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഇവനും ഇവൻ്റെ അമ്മയും കൂടി ഭയങ്കര വഴക്കുണ്ടാക്കി. ഇവിടെ ഓപ്പറേഷന് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒടുക്കം ഞാനും ചേട്ടനെ എൻ്റെ ആങ്ങളമാരും കൂടെ ചെന്ന് മോളെ വിളിച്ചുകൊണ്ട് പോയി ഓപ്പറേഷൻ നടത്തിക്കുമായിരുന്നു. ഓപ്പറേഷൻ 5ൻ്റെ പൈസ ഇയാൾ മുടക്കിയിട്ടില്ല. എൻ്റെ മോള് ഒരാഴ്ച ICUയിൽ കിടന്നു. ഇവൻ തിരിഞ്ഞു നോക്കിയില്ല. 3 മാസമായിട്ട് ഇന്നലെ കഴിഞ്ഞു. ഇന്നലെ രാവിലെ അവൻ കൊച്ചിനെ ചോദിച്ചുകൊണ്ട് വന്നേക്കുന്നു. അപ്പോഴും അവന് ഭാര്യയെ കാണണ്ട. ഇന്നലെ രാത്രി കുടിച്ചേഷം വന്ന് വഴക്കുണ്ടാക്കി. അയതാമ്മ പറഞ്ഞു നിർത്തി. എസ് ഐ മഹേഷ് കുമാർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ജയപ്രകാശിന് മുന്നിൽ വന്നു. ഭാര്യയുടെ ഓപ്പറേഷന് വല്ലവരും പിരിച്ചു കൊടുത്ത പൈസ നീ വണ്ടിയുടെ ടെസ്റ്റിങ്ങിന് വേണമെന്ന് പറഞ്ഞു ചോദിച്ചായിരുന്നു. ജയപ്രകാശ് ഉവ്വെന്ന് തലയാട്ടി. സാറെ, ഒരാഴ്ചത്തേക്ക് തിരിമറിക്ക്. പറഞ്ഞു തീരും മുൻപേ ജയപ്രകാശിൻ്റെ ചെകിടത്ത് അടിപൊട്ടി. സുഭദ്രയും വാർഡ് മെമ്പറും യൂണിയൻ നേതാവും ഞെട്ടിത്തിരിച്ചു. ആ പൈസ തരാത്തതുകൊണ്ട് ഓപ്പറേഷൻ നടത്തണമെന്ന് നീ പറഞ്ഞു. അപ്പോഴും ജയപ്രകാശ് തലയാട്ടി. ചെകിടടച്ച് ഒരടി കൂടി വീണു. സാറേ, ഇനി തല്ലരുത്. ഒരു വീടാകുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വാർഡ് മെമ്പർ പറഞ്ഞു തുടങ്ങിയപ്പോൾ എസ് ഐ നിർത്താൻ ചൂണ്ടുവിരൽ കാട്ടി ആംഗ്യം കാട്ടി. നീ ഓപ്പറേഷന് പൈസ മുടക്കാത്തത് പോട്ടെ, നിന്റെ കയ്യിലില്ല. ഈ 3 മാസത്തിനിടയ്ക്ക് നീ ഇന്നലെയാണോ ഭാര്യയും കൊച്ചിനെയും കാണാൻ ചെന്നത്? മറുപടിയില്ല. ഉവ്വടോ. വീണ്ടും ജയപ്രകാശ് തലയാട്ടി. ഒരടി കൂടി പൊട്ടി. അത് കനത്തതായിരുന്നു. ജയപ്രകാശ് വേച്ച് ചുമരിൽ ചെന്നിടിച്ച് നിന്നു. അധ്യായം 32. ജയപ്രകാശിനെയും കൊണ്ട് സുഭദ്രയും കൊണ്ടും എഴുതി ഒപ്പുവെപ്പിച്ചിട്ടാണ് എസ് ഐ മഹേഷ് കുമാർ വഴക്ക് ഒത്തുതീർപ്പാക്കിയത്. ഇനി ഒരിക്കലും സുദർശൻ്റെ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കില്ല എന്നായിരുന്നു ജയപ്രകാശിനെ കൊണ്ട് സമ്മതിപ്പിച്ച വ്യവസ്ഥകളിലൊന്ന്. രണ്ടാമത്തെ വ്യവസ്ഥ, ഭാര്യ വീട്ടിൽ നിന്നും പൈസ കൊണ്ടുവരാൻ പറഞ്ഞ് പവിത്രയെ അലട്ടാൻ പാടില്ലെന്ന്. ശ്രീധന ബാക്കി എന്നൊരു വാക്ക് ഇനി മേലാൽ നിൻ്റെയോ നിൻ്റെ അമ്മയുടെയോ വായിൽ നിന്നും വീഴാൻ പാടില്ല. കുട്ടിക്കളി മാറാത്ത ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് അവളുടെ പൈസയും സ്വർണവും എല്ലാം തിന്നു മുടിച്ച് 4-5 വർഷം അവളെ ഇട്ട് പീഡിപ്പിച്ച് പിന്നെയും ക്യാഷ് ചോദിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? 4 വീട് കാണിച്ച്, നല്ല 4 വീട് കാണിച്ച് കല്യാണം കഴിച്ചിട്ട് അത് വിറ്റ് കറണ്ട് പോലും ഇല്ലാത്ത വീട്ടിലേക്ക് കൊണ്ടുപോയി കഷ്ടപ്പെടുത്തിയതിനൊക്കെ നിനക്ക് എന്ത് മറുപടിയാണ് പറയാനുണ്ട്? സാറേ, കടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ജയപ്രകാശ് വിനയാതീതനായി. നീ അവളെ കെട്ടുന്നതിന് മുമ്പ് ഉണ്ടാക്കി വെച്ച കടത്തിന് ഇവളെന്ത് പിഴച്ചു? എസ് ഐയുടെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ ജയപ്രകാശ് തലകുനിച്ചു. നാണം കെട്ടവൻ.
ഭാര്യ ചത്തുപോകുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടും ചികിത്സിച്ചില്ല. വല്ലവർക്കും ദയ തോന്നി ചികിത്സിക്കാൻ സംഭാവന ചെയ്ത പൈസ തിരിമറിക്ക് കൊടുത്തില്ല പോലും. നീയൊക്കെ മനുഷ്യനാണോടാ? നീയൊക്കെ മനുഷ്യശ്രീയല്ല കല്യാണം കഴിക്കേണ്ടത്, വല്ല എരുമയാണ് കല്യാണം കഴിക്കേണ്ടത്. എസ്.ഐ ദേഷ്യം കടിച്ചമർത്തി. സുദർശനൻ ഫോണിൻ്റെ കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ അയാൾ പറഞ്ഞു, നിന്റെ അമ്മ വെള്ളത്തിലിട്ട് കേടാക്കിയ ഫോണിന് പകരം നീ നിന്റെ ഭാര്യയ്ക്ക് വേറൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തേക്കണം. എന്നിട്ട് ഈ ആഴ്ച തന്നെ അവളെയും കൊച്ചിനെയും വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയിക്കണം. അവളുടെ ഫോണിന് ഇനി എന്തെങ്കിലും കേട് പറ്റിയെന്ന് നീയോ നിൻ്റെ അമ്മയോ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ ഇനി നിങ്ങൾ രണ്ടുപേരും വിവരം അറിയും. ഇതിനിടയിൽ ജയപ്രകാശിൻ്റെ കക്ഷിയായി വന്ന വാർഡ് മെമ്പർ സംസാരിക്കാൻ തുടങ്ങി. സാറിങ്ങനെ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുക്കല്ലേ, രണ്ടു പക്ഷവും കേൾക്കണ്ടേ? ശരി, താൻ പറ. ഈ നിൽക്കുന്ന പോത്തിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് എന്ത് ന്യായമാണ് തനിക്ക് പറയാനുള്ളത്? സാറേ, ജയപ്രകാശിന് സമ്മതമില്ലാതെ ആ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അത് തെറ്റല്ലേ? ഇറങ്ങിപ്പോയതല്ല, എൻ്റെ മോൾ അവിടെ കിടന്ന് ചികിത്സ കിട്ടാതെ മരിച്ചു പോകുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നതാണ്, ഐതാമ പറഞ്ഞു. എന്നാലും ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വാർഡ് മെമ്പർ പറഞ്ഞു തീരും മുമ്പ് എസ്.ഐ കൈകാട്ടി വിലക്കി. താൻ മുടന്ത ന്യായമൊന്നും പറഞ്ഞുകൊണ്ടുള്ള വില കളയണ്ട. പോലീസുകാരും വെറും മണ്ണുണ്ണികളാണെന്ന് വിചാരിക്കരുത്. അരിഹാരം കച്ച് തന്നെയാണ് ഞങ്ങളും ജീവിക്കുന്നത്. അതോടെ മെമ്പർ വായടച്ചു. ഇരു കക്ഷികളും അവർ വന്ന ദിക്കിലേക്ക് മടങ്ങി. ഒരാഴ്ചക്കുള്ളിൽ ഓട്ടോറിക്ഷയുമായി ജയപ്രകാശ് പഞ്ചായത്ത് വടിയിൽ സുദർശനൻ്റെ വീട്ടിലെത്തി. പവിത്രനെയും അപ്പുവിനെയും വിളിച്ചു കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് തന്നെ നിന്നു. കയറിയിരിക്കാൻ സുദർശൻ എത്ര പറഞ്ഞിട്ടും അയാൾ വഴങ്ങിയില്ല. പവിത്രയും മകനും വേഗം പോകാനിറങ്ങി. മൊബൈലിൽ കൊടുത്തില്ലെന്ന് ഇനി പറഞ്ഞേക്കല്ല്. സുദർശനെയും അജിതമ്മയും സാക്ഷി നിർത്തി ജയപ്രകാശ് ചെറിയൊരു മൊബൈൽ പവിത്രയ്ക്ക് നേർക്ക് നീട്ടി. മോളെ, അതിൽ നിന്നൊന്ന് വിളിച്ചേ, അതിൽ സിം കാർഡ് ഇട്ടിട്ടില്ല, ജയപ്രകാശ് പറഞ്ഞു. പിന്നെന്തിനാ ഫോണ്? സിം കാർഡ് പിന്നെ ഇട്ട് കൊടുത്തേക്കാം. ഒരാഴ്ച സമയമുണ്ടായിരുന്നല്ലോ, പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം നീ ചെയ്തിട്ടുണ്ടോ? കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? ജയപ്രകാശിന് ദേഷ്യം വന്നു. മോളെ, ഞാൻ തരാം സിം കാർഡ്. അജിതാമ്മ തൻ്റെ ഫോണിൽ നിന്നും 2 സിം കാർഡ് ഉള്ളതിൽ ഒരെണ്ണം എടുത്ത് പവിത്രയ്ക്ക് കൊടുത്തു. ഇതിടുന്നതിനിടയിൽ അജിതാമ്മ ചോദിച്ചു, പ്രകാശ, ഇതൊരു പഴയ ഫോണാണല്ലോ, ഫോണായാൽ പോരെ? ജയപ്രകാശം മുഖം കൂട്ടി. സിം കാർഡ് ഇട്ട് ഫോൺ ചെയ്യാൻ നോക്കിയപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല, അതിന് ബാറ്ററി ചാർജ് ഇല്ല, ജയപ്രകാശ് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിൻ്റെ കയ്യിലിരിപ്പിന് ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലേ? പവിത്രനെ ഞങ്ങളെ എങ്ങനെയും പറ്റിക്കണമെന്ന് തന്നെയാണ്. ബാറ്ററി ചാർജ് ചെയ്യാവുന്നല്ലേ ഉള്ളൂ, ജയപ്രകാശ് പറഞ്ഞു. അയതാമ്മ ഉടനെ ദീപയെ വിളിച്ച് മേശവലിപ്പിൽ കിടന്ന് ഫോൺ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് സുഭദ്ര വെള്ളത്തിലിട്ട് കേടാക്കിയ ഫോണായിരുന്നു അത്. ദീപയും വിഷ്ണുവും കൂടി അത് ഉപയോഗിക്കുന്ന രൂപത്തിലാക്കിയിരുന്നു. അയതാമ്മ സിം കാർഡ് അതിലേക്ക് മാറ്റിയിട്ട് കൊടുത്തു. പകരം ജയപ്രകാശ് കൊണ്ടുവന്ന ഫോൺ കയ്യിൽ വെച്ചു. ആ ഫോൺ തിരിച്ചു വേണം, ജയപ്രകാശ് പറഞ്ഞു. അതെന്തിനാ? പകരം ഫോൺ തന്നിട്ടുണ്ടല്ലോ, അതുപോരാ, മറ്റേ ഫോൺ തന്നെ വേണം. എന്താ കാര്യം? അതെൻ്റെ ഒരു കൂട്ടുകാരൻ്റെയാണ്. ജയപ്രകാശ് സത്യം പറയാതെ നിവൃത്തിയില്ലാതെ വന്നു. സുദർശനും അജിതാമയും അയാളെ നോക്കിക്കൊണ്ട് പലതും പറയാനുള്ള വെമ്പലോടെ നിന്നു. ഒടുവിലെല്ലാം കടിച്ചടക്കി. മോളെ, ആ ഫോൺ തിരിച്ചു കൊടുത്തേക്ക്, അജിതാമ ദേവിയോട് പറഞ്ഞു. അവൾ ജയപ്രകാശിന് കൊണ്ടുവന്ന ഫോൺ തിരികെ കൊടുത്തു. അജിതാമ തങ്ങളുടെ ഫോണിൻ്റെ ചാർജർ കൂടി പവിത്രയെ ഏൽപ്പിച്ചിട്ട് പ്രകാശിനോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും കിട്ടണം, കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും പരാതി കൊടുക്കും. ജയപ്രകാശ് മുഖം വെട്ടിത്തിരിച്ചു. അപ്പുവിനെയും കുട്ടി പവിത്ര ഓട്ടോറിക്ഷയിൽ ചെന്ന് കയറി. ജയപ്രകാശ് ഉടൻ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്ത് റോഡിലേക്കിറങ്ങി ഓടിച്ചുപോയി. 11ാം വാർഡിലെ രോഗികൾക്ക് മരുന്ന് കൊടുക്കുകയായിരുന്നു ജിബിയ. 4 രോഗികളും അവരുടെ ബൈസ്റ്റാൻഡർമാരുമുള്ള മുറിയാണ്. മരുന്ന് കൊടുക്കാൻ വരുമ്പോൾ ബൈസ്റ്റാൻഡർമാർ മുറിയിൽ നിന്ന് മാറിക്കൊടുക്കും. ഓരോരുത്തർക്കും മരുന്ന് നൽകുമ്പോൾ ചാർട്ടിൽ അത് രേഖപ്പെടുത്തണം. ഇഞ്ചക്ഷൻ കൊടുക്കേണ്ട രോഗികളുണ്ട്, നെബുലൈസേഷൻ നൽകേണ്ട രോഗികളുണ്ട്, തൈലം പുരട്ടി കൊടുക്കേണ്ട രോഗികളുണ്ട്. എന്ത് ചെയ്താലും ചാർട്ടിൽ എഴുതിയേ തീരൂ. മുറിയുടെ വാതിക്കൽ ഇൻചാർജ് രേണുക സതീഷിൻ്റെ അലർച്ച മുഴങ്ങി. ജിബിയെ ഞെട്ടിത്തിരിഞ്ഞു. 9ലെ പേഷ്യൻറ്റിനെ CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്? ഇവിടെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് പോകാം സിസ്റ്റർ. നിനക്ക് തോന്നുമ്പോൾ പോയാൽ മതിയോ? നിൻ്റെ വീട്ടു സ്വത്താണോ ഈ ഹോസ്പിറ്റൽ? എന്താ സിസ്റ്റർ ഇങ്ങനെയൊക്കെ? അശ്വന്തി പേഷ്യൻറ്റിനെയും കൊണ്ട് MRIക്ക് പോയത് കാരണമാണ്, ഇല്ലെങ്കിൽ ഇതിപ്പോൾ തീർന്നാണ്. എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കണ്ട. CT സ്കാനിങ്ങിന് ബുക്ക് ചെയ്തായിരുന്നോ? ഇല്ല സർ, തിരക്കിനിടയിൽ വിട്ടുപോയി. നിനക്ക് തോന്നുമ്പോൾ പേഷ്യൻറ്റിനെയും കൊണ്ട് പോയാൽ മതിയോ?
അവിടെ ഡസൻ കണക്കിന് സ്കാനിങ് നടക്കുന്നതാണ്. ഇവിടുന്ന് പോയിട്ട് 4-5 മണിക്കൂർ ക്യൂ നിൽക്കാനാണോ നിൻ്റെ ഉദ്ദേശം? ബുക്ക് ചെയ്യാം സിസ്റ്റർ. ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ ചാർട്ടിൽ എഴുതിയിട്ട് പോയതല്ലേ. ഇപ്പോൾ സമയം എന്തായി? നിനക്ക് തോന്നുമ്പോൾ ബുക്ക് ചെയ്താൽ മതിയോ? നിലത്ത് നിൽക്കാൻ നേരം കിട്ടണ്ടേ സിസ്റ്ററെ? ഇത് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. ഇത്രയ്ക്ക് ഇറോസ്പോൺസിബിൾ ആയിട്ടാണോ മെഡിക്കൽ വാർഡിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്നത്? ഡോക്ടർ വരട്ടെ. രേണുക സതീശൻ ഒച്ചയിട്ടു. സിസ്റ്റർ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത്? ഇവിടുത്തെ തിരക്ക് സിസ്റ്ററും കാണുന്നല്ലേ. നേരം വെളുത്തപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടില്ല. ദിവ്യയ്ക്ക് കോപവും സങ്കടവും വന്നു. അവൾ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോൺ ചെയ്ത് സ്കാനിങ് ബുക്ക് ചെയ്തു. മദാമ എതിർത്ത് പറയാനും തുടങ്ങിയോ? ഷെർലി വർഗീസ് പരിഹാസത്തിൽ രേണുകയോട് ചോദിക്കുന്നത് അവൾ കേട്ടു. വന്ന് കയറിയപ്പോൾ പ്യൂച്ചക്കുഞ്ഞായിരുന്നല്ലോ. പച്ച വെള്ളം ചവച്ചിറക്കുന്നവൾ ഇപ്പോൾ എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നുണ്ടായിരിക്കും. ആരാ മദാമ? ദിവ്യ എരിയുന്ന നോട്ടമായി ഷെർലിക്ക് നേർക്ക് നിന്നെ തിരിഞ്ഞു. നീ തന്നെ. എന്താ സംശയം? എന്നെ ഇനി ഇരട്ടപ്പേര് വിളിച്ചാൽ ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. ദിവ്യ താക്കീത് ചെയ്തു. ഒരു കൈ സഹായിക്കാൻ മനസ്സില്ല. ഒരു നല്ല വാക്ക് പറയാനും ആരുടെയും നാക്ക് പൊങ്ങത്തില്ല. അസൂയയും ഏഷണിയും പറയാനാ എല്ലാവർക്കും ഉത്സാഹവും പാറ വെക്കാനും. ദിവ്യ ദേഷ്യവും സങ്കടവും കൊണ്ട് വീർപ്പ് മുട്ടി. ജോലി അവിടെ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നി. റോഡ് ആക്സിഡൻറ്റിൽ കാലും വാരിയലുകൾക്കും പരിക്കേറ്റ രോഗിയെയാണ് CT സ്കാനിങ്ങിന് കൊണ്ടുപോകേണ്ടിയിരുന്നത്. എല്ലാത്തരം പരിശോധനകളും എക്സ്റേ സ്കാനിങ് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക MRI സ്കാനിങ് ഉൾപ്പെടെ ഒരു വട്ടം കഴിഞ്ഞതാണ്. രാവിലെ റൗണ്ട്സിന് വന്ന ഡോക്ടർ വെറുതെ ഒരു CT സ്കാൻ കൂടി ചാർട്ടിൽ എഴുതിയിട്ട് പോവുകയായിരുന്നു. ദിവ്യ ഈ വക അഭ്യാസങ്ങൾ നിരന്തരം കണ്ടിപ്പോൾ ഒരുതരം നിസ്സംഗതയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. CT സ്കാനിങ്ങിന് ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് സമയം. രോഗി കിടപ്പായതിനാൽ ട്രോളി സഹിതം തള്ളിക്കൊണ്ട് പോകണം. ട്രോളിയോടൊപ്പം മോണിറ്റർ, പോർട്ടബിൾ വെന്റിലേറ്റർ എന്നിവയും. ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ചധികം സൂക്ഷ്മ ജോലികളുടെ ഒരു സമുച്ചയമാണ്. ECG, ഇലക്ട്രോഡുകൾ, BP കപ്സ്, SPTO, U2+, ഇതെല്ലാം യഥാവിധി രോഗിയിൽ ഘടിപ്പിച്ചു കൊണ്ടുവേണം റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകാൻ. ദിവ്യ ട്രോളി തള്ളി കോറിഡോറിലെത്തിയപ്പോൾ പിന്നിൽ നിന്നും ഗർജനം കേട്ടു. ഡ്രഗ് ഡ്രൈ എവിടെ? അപ്പോഴാണ് ദിവ്യ അക്കാര്യം ഓർത്തത്. അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ ഡോക്ടറെ പേഷ്യൻറ്റിനെ ട്രോളിക്കൊപ്പം സ്കാനിങ്ങിന് കൊണ്ടുപോകാറുള്ളൂ. പോണ വഴി ഒരു എമർജൻസി വന്നാൽ എന്ത് ചെയ്യും? രേണുക സതീശൻ പൊട്ടിത്തെറിക്കും പോലെ ചോദിച്ചു. ഉത്തരവാദിത്തം. ശമ്പളം മേടിക്കാൻ നേരം കണക്ക് കൂട്ടി ചെന്നോളും. ഇത് അത്ര എമർജൻസി കേസൊന്നുമല്ലല്ലോ സിസ്റ്റർ. അത് നീയാണോ നിശ്ചയിക്കുന്നത്? 1/2 കിലോമീറ്റർ ഉണ്ട് റേഡിയോളജിയിലേക്ക്. അവർ വീണ്ടും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സോറി സിസ്റ്റർ, ഡോക്ടറെ അല്ലേ, ഞാൻ എടുത്തോളാം. 100 കൂട്ടം ജോലിക്കിടയിൽ ഒരു മറവി ആർക്കാ പറ്റാതെ. ഇപ്പം ഞാൻ ഓർമ്മിച്ചതുകൊണ്ട്. ഇല്ലെങ്കിൽ പോണ വഴി ആ പേഷ്യൻറ്റിന് സ്ട്രോക്ക് ഉണ്ടായാൽ, ഒന്ന് പാരലൈസ്ഡ് ആയാൽ, ആ റെസ്പിറേഷൻ പ്രോബ്ലം വന്നാൽ നീ ഡോക്ടറോടോ ഡിപ്പാർട്ട്മെൻറ്റിനോടോ എന്ത് സമാധാനം പറയും? നിർത്താൻ ഉദ്ദേശമില്ല രേണുക സതീഷിന്. ദിവ്യ ഡ്രഗ് ട്രേ കൂടി എടുത്ത് ട്രോളിയിൽ വെച്ചു. ഇൻചാർജ് പറഞ്ഞതിൽ ഒരു വാസ്തവം ഉണ്ടായിരുന്നു. 3 കെട്ടിടങ്ങളുണ്ട്. 2 ഓവർപ്ലാസുകളും കടന്നു വേണം റേഡിയോളജി ലാബിലെത്താൻ. 1/2 കിലോമീറ്ററിലധികം ദൂരമുണ്ട്. ദിവ്യയോടൊപ്പം വന്ന കെയർ അസിസ്റ്റൻ്റ് ഗീത പറഞ്ഞു. ഈ ഇൻചാർജുമാരും CLAമാരും ആകാശത്തുനിന്ന് പൊട്ടി വീണ് പറങ്ങുക. തൊട്ടതും പിടിച്ചതുമെല്ലാം കുറ്റം. ഓരോ ദിവസം എത്ര കുറ്റങ്ങൾ കണ്ടുപിടിക്കുമെന്ന് ഹോംവർക്ക് ചെയ്തുകൊണ്ടാണ് ഇതുങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പോരുന്നത്. അവർക്കൊരിക്കലും അതൊരു തെറ്റുപറ്റിയിട്ടുമില്ല. ഗീത ചേച്ചിക്ക് അറിയോ, ഈ ലോകത്ത് എവിടെയായിരുന്നാലും പെണ്ണുങ്ങൾ തന്നെയാണ് പെണ്ണുങ്ങളുടെ ശത്രു. ഒന്നിച്ച് നിൽക്കാത്തത് പോട്ടേന്ന് വെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പും കുന്നായ്മയും പാരവെപ്പും ഇങ്ങനെ പരസ്പരം കണ്ടുകൂടാത്ത വർഗം. എന്നെ കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. ദിവ്യ പറഞ്ഞത് കേട്ട് ഗൗൺ പുതച്ചു കിടന്ന രോഗി ചിരിച്ചു. നിങ്ങൾ മലയാളിയാണോ? ഗീത ചോദിച്ചു. അതെ, അയാൾ പറഞ്ഞു. മലാഡിൽ എനിക്കൊരു ചായക്കടയുണ്ട്. നന്നായി, ഗീത പെരുവിർത്തു. നിങ്ങളുടെ നാട് എവിടെയാ? രോഗി തിരക്കി. കേരളം. കൂടുതലൊന്നും ചോദിക്കണ്ട, ഗീത പറഞ്ഞു. റേഡിയോളജി ലാബിലെത്തി 1/2 മണിക്കൂർ കാത്തു കിടന്നാണ് സ്കാനിങ് നടന്നത്. അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. സ്കാനിങ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴാണ് ദിവ്യയ്ക്ക് ഡ്യൂട്ടി സമയം കഴിഞ്ഞിരുന്നു. ഇവിടെ ചെയ്യാനുള്ള ജോലിയൊക്കെ ചെയ്തു തീർത്ത് ഓവർ കൊടുത്തിട്ട് പോയാൽ മതി. സിസ്റ്റർ കണ്ടെന്നല്ലേ, ഞാൻ പേഷ്യൻറ്റിനെയും കൊണ്ട് സ്കാനിങ്ങിൽ പോയിരിക്കുമായിരുന്നല്ലോ. എനിക്കതൊന്നും അറിയണ്ട. മെഡിസിൻ കൊടുക്കാനുള്ളയാൾക്ക് കൊടുത്ത് ചാർട്ട് റിപ്പോർട്ടും എഴുതി ഓവർ കൊടുക്കുക. ഷിബിയ ഒന്നും മിണ്ടാതെ ചാർട്ടിൽ എഴുതാനുള്ളതൊക്കെ എഴുതി. അടുത്ത ഷിഫ്റ്റിങ്ങിന് വന്നവർക്ക് ഓവർ കൊടുത്തു. കൈകാലുകളും മുഖവും
ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ച് കഴുകി. ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് യൂണിഫോം മാറി ലിഫ്റ്റിൽ താഴെ ഇറങ്ങിയപ്പോൾ ഫോണിൽ കോൾ വന്നു. ഇൻചാർജ് വിളിക്കുന്നു. ജിബ ലിഫ്റ്റ് കയറി ഇൻചാർജിൻ്റെ മുന്നിലെത്തി. എന്താ ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോയെ? സിസ്റ്റർ, എൻ്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് 3/4 മണിക്കൂർ കൂടി ഞാൻ ജോലിയെടുത്തു. അതുപോലെ ഞാൻ പറഞ്ഞേൽപ്പിച്ച ജോലിയെല്ലാം ചെയ്തോ? എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടിപ്പോൾ 1 മണിക്കൂറാകുന്നു. ഓവറും കൊടുത്തു. എനിക്കതൊന്നും അറിയണ്ട. 12 പേഷ്യൻറ്റിന് മെഡിസിൻ കൊടുത്ത ഇഞ്ചക്ഷൻ എടുത്തും ബിപിയും സാച്ചുറേഷനും നോക്കി ബുക്കിൽ എഴുതിയിട്ട് പോയാൽ മതി. ജിബിയ ഇൻചാർജിനെ തന്നെ തുറിച്ചു നോക്കി അല്പസമയം നിന്നു. അതിനുശേഷം പിന്തിരിച്ച് മെഡിക്കൽ വാർഡിൽ നിന്നും ഇറങ്ങി ഒരൊറ്റ നടത്തം. നഴ്സിംഗ് ഓഫീസിൽ ചെന്ന് അവർ പരാതി നൽകി. ഡ്യൂട്ടി കഴിഞ്ഞ് ഡ്രസ്സ് മാറി ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങി തന്നെ ഇൻചാർജ് തിരികെ വിളിച്ച് ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ടു. നഴ്സിംഗ് ഓഫീസർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ജിബിയ തൃപ്തികരമായ മറുപടി നൽകി. ഡ്യൂട്ടി കഴിഞ്ഞ് 50 മിനിറ്റോളം താൻ ജോലി ചെയ്തെന്ന് ബോധ്യപ്പെടുത്തി. മെഡിസിൻ കൊടുക്കേണ്ട രോഗികളുടെ ചുമതല അടുത്ത ഷിഫ്റ്റുകാരെ ബോധ്യപ്പെടുത്തി ഓവർ കൊടുത്തിട്ടാണ് പോയതെന്ന് വിശദീകരിച്ചു. ഹോസ്പിറ്റലിലേക്ക് നടക്കുമ്പോൾ ജിബിയ ഓർത്തു, ജോലി പോയാൽ പോട്ടെ. അടിമവേല ചെയ്ത് കുഴഞ്ഞു. ശരീരം എല്ലും തോലുമായിരിക്കുന്നു. മിക്കപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. 7:30 ഡ്യൂട്ടിക്ക് കയറേണ്ടി വരും. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടാവില്ല. 8 മണിക്ക് ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഏലക്കായിട്ട് 60 മില്ലി മസാല ചായയാണ് ഒരേ ഒരു ആശ്വാസം. ഉച്ചയൂണ് എന്നൊരു സംഗതിയേ ഇല്ല. കഴിക്കാൻ സമയം കിട്ടാറുമില്ല. ഇപ്പോൾ ഹോസ്റ്റലിൽ ചെന്നിട്ട് ബാഗിൽ നിന്ന് എടുത്തു കഴിക്കുന്ന 1-2 ബിസ്ക്കറ്റും പച്ചവെള്ളവുമാണ് ഈ ദിവസത്തെ ആദ്യ ഭക്ഷണം. ഇപ്പോൾ സമയം 3:30 മണി. ഇനി 3 ഉണക്കച്ചപ്പാത്തി കിട്ടണമെങ്കിൽ രാത്രി 7 മണിയാണ്. ഇതും ജീവിതമാണ്. ദിവ്യ ഹോസ്റ്റലിൽ നിന്ന് എത്തുന്നതിന് മുമ്പേ ജേസൻ്റെ കോൾ വന്നു. കോട്ടയത്തു നിന്ന് വിളിക്കുകയാണ്. മമ്മിയെ ഡിസ്ചാർജ് ചെയ്തു. ICUവിൽ 10 ദിവസം, 2 ആഴ്ച വാർഡിൽ. കാര്യം മനസ്സിലായില്ലേ? ഒരു പെണ്ണ് വീട്ടിലില്ലാതെ പറ്റില്ല. അത്യാവശ്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അത്യാവശ്യം. മനസ്സിലായി. ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ നമ്മുടെ കല്യാണം എത്ര പെട്ടെന്ന് നടത്തണം. 1 മാസത്തിനകത്ത് പറ്റുമെങ്കിൽ അങ്ങനെ. ജിബിയ തൻ്റെ പപ്പയും മമ്മിയും ഓർത്തു. ജോസിനെ ഓർത്തു. ഇപ്പോൾ വല്യമ്മച്ചി കൂടി വീട്ടിലുണ്ട്. അവരുടെ എല്ലാം പ്രതീക്ഷ തന്നിലാണ്. കുറച്ചധികം കടങ്ങളുണ്ട്. മമ്മിയുടെ കമ്മൽ ഇതുവരെ എടുത്തു നോക്കിയിട്ട് കൊടുത്തിട്ടില്ല. വേറൊരു വീട്ടിൽ ചെന്ന് അവിടുത്തെ ഒരു അമ്മയെ നോക്കാൻ വേണ്ടിയാണോ തൻ്റെ പപ്പയും മമ്മിയും തന്നെ പഠിപ്പിച്ചത്? ഇത്ര ദൂരം ജോലിക്ക് അയച്ചത്? ഇപ്പോൾ താൻ അയച്ചു കൊടുക്കുന്ന ചെറിയ തുക പോലും പപ്പയ്ക്ക് വലിയൊരു തൈത്താങ്ങാണ്. എന്തെങ്കിലും പറ, ഞാനിവിടെ ചങ്കൂട്ടി നിൽക്കുക. അങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമോ ചേട്ടായി? എന്നെ വളർത്തിയവരില്ലേ? എന്നെ പഠിപ്പിച്ച് ഇത്രയൊക്കെ ആക്കിയവരില്ലേ? അവരോടൊക്കെ ചോദിക്കണ്ടേ? ആദ്യം നിൻ്റെ അഭിപ്രായം പറ. നിനക്ക് സമ്മതമാണോ കല്യാണം നടത്താൻ? എനിക്ക് 100 സമ്മതം. പക്ഷെ വീട്ടിലിപ്പോഴും നമ്മുടെ കാര്യത്തിൽ എതിർപ്പാണെന്നുള്ള കാര്യം അറിയാമല്ലോ. ആകെ തകർന്നു നിൽക്കാൻ ഞാൻ. ഭൂകമ്പത്തിലാകെ വീടിടിഞ്ഞു പോയ അവസ്ഥയില്ലേ? അതുപോലെ. ജോൺസൺ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ജിബയ്ക്ക് ആദ്യം മനസ്സിലായില്ല. മിക്ക ദിവസം ഫോൺ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയാറുള്ളതാണ്. എടോ, താൻ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, പറഞ്ഞു. മമ്മിക്ക് നടക്കാൻ പറ്റത്തില്ല. തന്നെ എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റത്തില്ല. ആരെങ്കിലും ഒരാൾ വേണം മമ്മിയുടെ കാര്യങ്ങൾ നോക്കാൻ. പപ്പയും ഞാനും അനിയനും മാത്രമാണ് വീട്ടിലുള്ളൂ എന്ന് അറിയാമല്ലോ. പപ്പയ്ക്ക് മില്ലിൽ പോകണം. പപ്പ ജോലി ചെയ്തില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ അവതാളത്തിലാവും. ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. മമ്മി ഉടനെ ഒന്നും എഴുന്നേക്കത്തില്ല. ഇനി എണീക്കുമെന്ന് പോലും അറിയാൻ മേല. അങ്ങനെയൊന്നും പറയാതല്ലേ. എന്തെല്ലാം ചികിത്സകളുണ്ട്, ഫലിക്കാതിരിക്കുമോ? അതൊന്നുമല്ല പ്രശ്നം. വീട്ടിൽ ആൾ വേണം. മമ്മീനെ നോക്കണ്ടേ? പപ്പയും റിലേറ്റീവ്സും എത്ര പെട്ടെന്ന് ഞാനൊരു പെണ്ണ് കെട്ടണമെന്ന്. അടിവയറ്റിൽ നിന്നും ഒരു തീയാളി കയറിയതുപോലെ തോന്നി ജിബയ്ക്ക്. ഹോസ്റ്റലിൻ്റെ ഗേറ്റിൽ അവൾ നിന്നുപോയി. എന്താ ഒന്നും മിണ്ടാത്തെ? ഹോസ്റ്റലിലേക്ക് നടക്കുക. വീട്ടിലിപ്പോൾ സമ്മതിച്ചില്ലെങ്കിലോ? എനിക്കറിയേണ്ടത് ഇങ്ങനെ അവസ്ഥയിൽ ഞാൻ വിളിച്ചാൽ നീ എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് മാത്രം. അത്രയ്ക്ക് അത്യാവശ്യം. ജിബയ്ക്ക് ദേഷ്യവും സങ്കടവും കൂടിക്കുഴഞ്ഞു. ഓർക്കാപ്പുറത്ത് ഒരു ജീവിതത്തിൻ്റെ ഉടുപ്പുകൾ മുഴുവൻ മാറ്റി എല്ലാ ബന്ധങ്ങളും മുറിച്ചിറങ്ങി മറ്റൊരു ജീവിതത്തിലേക്ക് എടുത്തു ചാടിക്കൊള്ളാൻ. ഞാനെന്തായാലും വീട്ടിലൊന്നും സംസാരിക്കട്ടെ. ആലോചിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കാനും പോയാൽ ഒന്നും നടക്കത്തില്ല. എനിക്കിപ്പോൾ നീ എൻ്റെ കൂടെ വേണം. യെസ് ഓർ നോ. ഒരു മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ നോ പറഞ്ഞാലും നീയാ ഡിസിഷൻ എടുക്കേണ്ടത്. എനിക്ക് വീട്ടിലൊരാളില്ലാതെ പറ്റത്തില്ല. ഒരു ഹോം നേഴ്സിനെ നിർത്തി പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. അതിനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അടിത്തറ വരെ പൊളിഞ്ഞെന്ന്. എന്നെ ഇങ്ങനെ പെരുവഴി നിർത്തി പൊരിക്കല്ല ചേട്ടായി.
ഞാനൊരു മനുഷ്യ സ്ത്രീയല്ലേ? ശരി, നീ ഇന്ന് തന്നെ ഒരു മറുപടി പറ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, നിനക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ എനിക്ക് വേറൊരു തീരുമാനം എടുക്കേണ്ടി വരും. അടുത്ത നിമിഷം കോള് കട്ടായി. എങ്ങനെ ഹോസ്റ്റൽ റൂമിലെത്തിയെന്ന് ജിബിയയ്ക്ക് നിശ്ചയം കിട്ടിയില്ല. കിടക്കയിലേക്ക് കയറി തലയണ കടിച്ചു കുറച്ചു. എത്ര അടക്കിയിട്ടും സങ്കടത്തിൻ്റെ അണ പൊട്ടി ഇങ്ങനെ ഒഴുകുന്നു. അധ്യായം 33. നഴ്സിംഗ് ഓഫീസിലേക്ക് വിളിക്കുന്ന എന്ന് ഇൻചാർജ് രേണു സതീഷൻ പറഞ്ഞപ്പോൾ ജിബിയ ഒന്ന് പരിഭ്രമിച്ചു. എന്തെങ്കിലും ഒരു പിഴവിന് വിശദീകരണം ചോദിക്കാനാണ് സാധാരണ നഴ്സിംഗ് ഓഫീസിലേക്ക് വിളിപ്പിക്കുക. ജിബിയ ഇൻചാർജിൻ്റെ നേർക്കൊന്ന് പാളി നോക്കി. അവൾ മുഖം തിരിച്ചു കളഞ്ഞു. എന്തിനാ സിസ്റ്ററെ എന്നെ വിളിക്കുന്നേ? എനിക്കറിഞ്ഞൂടാ, അവിടെ പോയി തിരക്ക്. ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്കെങ്ങനെ അറിയാം? രേണുക കൈമലർത്തി. വർഷ രാജേഷ് ജിബിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. രേണുകയുടെ കണ്ണിലെ കരകണന്നി. എന്തെങ്കിലും പാര വരും, സൂക്ഷിച്ചോ. ജിബിയ നഴ്സിംഗ് ഓഫീസിലേക്ക് പോയി. നിന്റെ പേരിൽ കംപ്ലൈൻ്റ് ഉണ്ട്, സൂപ്പർവൈസർ സ്വാതി പറഞ്ഞു. എന്ത് കംപ്ലൈൻറ്റ്? ആര് തന്നു? ബെഡ് നമ്പർ 14 പേഷ്യൻ്റ്. അവർക്ക് ഇന്നലെ അത്യാവശ്യമായി കൊടുക്കേണ്ടിയിരുന്ന ഇഞ്ചക്ഷൻ കൊടുത്തില്ല. രാത്രി പേഷ്യൻറ്റിനെ ICUയിലേക്ക് മാറ്റേണ്ടി വന്നു. 14 പേഷ്യൻ്റോ? ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. രാത്രി ക്രഷായി, ICUയിൽ മാറ്റി. ബൈസ്റ്റാൻഡറും പേഷ്യൻ്റും ഒരേ സ്വരത്തിൽ പറയുന്നു ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ലെന്ന്. ഫാർമസിയിലെ ബില്ലിൽ ഇഞ്ചക്ഷൻ്റെ മെഡിസിനുണ്ട്. നേഴ്സിൻ്റെ ഡ്യൂട്ടി റൂമിലും ഇഞ്ചക്ഷൻ്റെ മെഡിസിൻ ഉണ്ടായിരുന്നതായി തെളിവുണ്ട്. തനിക്ക് ഓവർ തന്നത് ശൈലജയല്ലേ? അവരും പറയുന്നു മെഡിസിൻ ഉണ്ടായിരുന്നെന്ന്. പിന്നെന്തുകൊണ്ട് കൊടുത്തില്ല? ജിബി അന്താളിച്ചു. ഇല്ല മാഡം, ഓവർ തന്ന ശൈലജ സിസ്റ്റർ ഇഞ്ചക്ഷൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. അതിനുള്ള മെഡിസിനും ബോക്സിലില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ട്രെയിൽ അതുണ്ടായിരുന്നല്ലോ. അപ്പോൾ താനത് ശ്രദ്ധിച്ചിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. അത് വളരെ സീരിയസ് ആയ കേസാണ്. പേഷ്യൻറ്റിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എനിക്കറിയത്തില്ല മാഡം. ഞാൻ ആ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്പ്ലനേഷനൊന്നും പോരാ. ജിബിയ പരിഭ്രാന്തിയായിട്ടാണ് തിരിച്ചു വന്നത്. ഇൻചാർജ് രേണുക ഉടനെ ചോദിച്ചു, പണിഷ്മെൻ്റ് കിട്ടിയോ? അവരുടെ നോട്ടവും ഭാവവും കണ്ട് ജിബിയയ്ക്ക് സംശയമായി. അവൾ 14 നമ്പറിലെ കിടക്കിൽ ചെന്ന് രോഗിയുമായി ബൈസ്റ്റാൻഡറുമായി സംസാരിച്ചു. ഇഞ്ചക്ഷൻ്റെ ബില്ല് അവർ അടച്ചിട്ടുണ്ട്, പക്ഷേ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. ജിബിയ ബിൽ വാങ്ങി പരിശോധിച്ചു. സംഗതി സത്യമാണ്. വൈകുന്നേരം ബൈസ്റ്റാൻഡർ മാറി വന്നപ്പോൾ അവൾ ചോദിച്ചു, ഇന്നലെ നിങ്ങളായിരുന്നു പേഷ്യൻറ്റിന് കൂടെ ഇഞ്ചക്ഷൻ്റെ മെഡിസിൻ ട്രേയിലുണ്ടായിരുന്നെന്ന് തീർച്ചയാണോ? അതെനിക്കറിയില്ല. 1 മിനിറ്റ്. അയാൾ പെട്ടെന്ന് ഫോൺ എടുത്തു. അതിലൊരു ഫോട്ടോ അവളെ കാണിച്ചു. തലേ ദിവസം നേഴ്സ് മെഡിസിൻ്റെ ട്രേ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയപ്പോൾ അയാൾ സ്മാർട്ട് ഫോണിലെടുത്ത ഫോട്ടോ. ജിബി അതിൽ സൂക്ഷിച്ചു നോക്കി. ഇഞ്ചക്ഷൻ്റെ മെഡിസിൻ ആ ഫോട്ടോയിലില്ല. ഞാനിത് വെറുതെ ഒരു രസത്തിന് എടുത്തതാ. വേറെയും ഫോട്ടോസ് ഉണ്ട്. എനിക്ക് ഫോണൊന്ന് തരണം. ഓഫീസിൽ കാണിച്ചിട്ട് തിരിച്ചു തരാം. ബൈസ്റ്റാൻഡർ സമ്മതിച്ചു. ജിബിയ ആ ഫോണുമായി നഴ്സിംഗ് ഓഫീസിൽ ചെന്നു. അതിലെ ഫോട്ടോയും അതെടുത്ത സമയവും സൂപ്പർവൈസറെ കാണിച്ചു. ഇതിൽ ഇഞ്ചക്ഷൻ്റെ മെഡിസിൻ ഇല്ല മാഡം, പക്ഷെ ആ ബില്ലിലുണ്ട്. ഞാൻ ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഈ ടേബിളിലുണ്ട്. ഈ ഫോട്ടോയിൽ ഡീറ്റെയിൽസ് നോക്കിയാൽ അറിയാം. അതായത് എനിക്ക് ഓവർ കിട്ടുന്നതിന് മുമ്പ് ഇഞ്ചക്ഷൻ്റെ മെഡിസിൻ എടുത്തതായി കാണാതായി. ഇതാരോ എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണ്. സൂപ്പർവൈസർ സംശയത്തോടെ ജിബിയെ നോക്കിയിട്ട് പറഞ്ഞു, ശരി, ഇതിൻ്റെ സത്യാവസ്ഥ ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. നഴ്സിംഗ് സൂപ്പർവൈസറുടെ അന്വേഷണത്തിൽ ഗാർബേജ് ബാഗിൽ നിന്നും ഇഞ്ചക്ഷനുള്ള മരുന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടുകിട്ടി. പക്ഷേ ആരാണ് മെഡിസിൻ എടുത്തു കളഞ്ഞതെന്ന് കണ്ടുപിടിക്കാനായില്ല. ജിബിയെ ഓവർ എടുക്കുമ്പോൾ ബോക്സിൽ ആ മെഡിസിൻ ഇല്ലായിരുന്നുവെന്ന് ബൈസ്റ്റാൻഡറുടെ ഫോണിലെ ഫോട്ടോയിൽ നിന്നും വ്യക്തമായതിനാൽ ജിബിയ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഓവർ കൊടുത്ത ശൈലജയുടെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ടു. ശൈലജ തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഫലിച്ചില്ല. മരുന്നിൻ്റെ വില, പേഷ്യൻറ്റിന് ICU ചികിത്സയുടെ ചെലവും പിഴയായി ചുമത്തുമെന്ന് നിലവന്നപ്പോൾ ശൈലജ സത്യം വെളിപ്പെടുത്തി. ഇൻചാർജ് രേണുക നിർദ്ദേശിച്ചിട്ടാണ് താൻ മരുന്ന് മാറ്റിയതെന്നും ജിബിയെ കൊടുക്കാനായി ചെയ്തതാണെന്നും. പിറ്റേന്ന് തന്നെ രേണുകയ്ക്കും ശൈലജയ്ക്കും ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് കിട്ടി. 2 ദിവസത്തിന് ശേഷം HRD ഓഫീസറും നഴ്സിംഗ് സൂപ്രണ്ടും നഴ്സുമാരും മീറ്റിംഗ് വിളിച്ചു. രോഗികളുടെ ജീവൻ പണയപ്പെടുത്തി വ്യക്തിപരമായ വിരോധം തീർക്കാൻ തുനിയുന്നവർക്ക് ജോലി നഷ്ടപ്പെടുക മാത്രമല്ല, നിയമ നടപടി കൂടി നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഹോസ്പിറ്റൽ സ്റ്റാഫ് പരസ്പര പൂരകമായി പ്രവർത്തിക്കണമെന്നും സഹവർത്തിത്വവും സഹായ സന്നദ്ധവുമായി നിലനിർത്തണമെന്നും കർശനമായ നിർദ്ദേശമുണ്ടായി.
ജിബിയയ്ക്ക് എന്തായാലും അവിടുത്തെ ജോലി മതിയെന്നായി. തന്നെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റാൻ അവൾ നഴ്സിംഗ് ഓഫീസിൽ അപേക്ഷ നൽകി. ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾ ഫോണെടുത്ത് നോക്കി. ജെയ്സന്റെ മിസ്ഡ് കോൾ. വിവാഹകാര്യത്തിൽ തന്നൊക്കെ ആലോചിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ആവശ്യപ്പെട്ട ശേഷം ജെയ്സൺ അല്പം പിണക്കത്തിലാണ്. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു. കല്യാണത്തിൽ സമ്മതമാണെങ്കിൽ മാത്രം അങ്ങോട്ട് വിളിച്ചാൽ മതി എന്നായിരുന്നു ശാസനം. അല്ലാതെയുള്ള സംഭാഷണങ്ങൾക്കൊന്നിനും ഇനി അർത്ഥമില്ലത്രേ. കഴിഞ്ഞ ദിവസങ്ങളിൽ ജിബിയെ പലതവണ ഫോണെടുത്ത് വിളിക്കാൻ ധരിച്ചതാണ്. പക്ഷെ വിളിയുടെ അർത്ഥം മാറിപ്പോകും. സമ്മതമാണ് എന്ന് വരും. എന്നാൽ 3 ദിവസത്തെ മൗനം ദുസ്സഹമായിരിക്കുന്നു. ജെയ്സൺ ഇങ്ങോട്ട് വിളിച്ചുകൂടെ? കല്യാണത്തിന് സമ്മതമാണോ അല്ലയോ എന്ന് അന്ത്യശ്വാസത്തിനും അപ്പുറം തങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലേ? ഒരു യെസ്സിലോ നോയിലോ തുടരുകയോ അവസാനിക്കുകയോ ചെയ്യുന്നതാണോ വർഷങ്ങളോളം ഇഴക്കമുള്ള തങ്ങളുടെ സ്നേഹം? ഇങ്ങനെയാണോ എല്ലാ പുരുഷന്മാരും? അവരിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? ജിബിയ കൂടുതൽ നിരാശ തോന്നി. ചിന്തിച്ചു കിടന്ന അവൾ മയക്കത്തിലേക്ക് വീഴുമ്പോൾ ഫോണിലെ വൈബ്രേറ്റർ ഇരുമ്പി. സ്ഥലകാല ബോധമില്ലാതെ അവൾ ഫോൺ തപ്പിയെടുത്തു. മാൻഹോളിൻ്റെ മൂടി തുറക്കും പോലെ ബന്ധപ്പെട്ട് കൺപോളകൾ തുറന്നു നോക്കുമ്പോൾ ജെയ്സൺ ഫോണിലിരുന്ന് കോപം കൊണ്ട് വിറകൊള്ളുന്നു. ഹലോ ഹലോ. ഫോൺ എടുക്കാൻ ഇത്ര എന്താ താമസം? ഉറങ്ങിപ്പോയി. നീ എന്നെ വിളിക്കാതിരുന്നു? വീട്ടിലോട്ട് വിളിച്ചു. എന്നിട്ട് വിളിച്ചിട്ട് പിന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു. ദിവസം അത്രയായി ഞാനൊരു കാര്യം പറഞ്ഞിട്ട്. ഇതുവരെ വീട്ടിൽ വിളിച്ചില്ലേ? വീട്ടിൽ പറയണോ വേണ്ടതെന്ന് ആലോചിക്കാൻ എനിക്ക് സമയം വേണ്ടേ? നീ ഇതുവരെ ആലോചിച്ച് കഴിഞ്ഞില്ലേ? ഇല്ല. അതെന്താ അങ്ങനെ? ഞാനിവിടെ വന്നിട്ട് 6 മാസം പോലും കഴിഞ്ഞിട്ടില്ല. 3.5 വർഷത്തോളം കാശ് മുടക്കി എന്നെ പഠിപ്പിച്ച് വീട്ടുകാരെ ഞെട്ടിക്കാൻ മനസ്സ് വരുന്നില്ല. അതിനുവേണ്ടി പണയം വെച്ച കടപ്പാടത്തിൻ്റെ ആധാരം ഇപ്പോഴും ബാങ്കിലാണ്. ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? ആരോ എൻ്റെ മനസ്സിലിരുന്ന് അങ്ങനെ ചോദിക്കുന്നു. വീട്ടുകാരെ സമ്മതിച്ചാൽ പോലും നീ ഇതിന് തയ്യാറില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. ചേട്ടായി, നമുക്കൊരു മനസാക്ഷിയില്ലേ? വീട്ടുകാരെ നിന്നെ പഠിപ്പിച്ചത് നിൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ പണം കായ്ക്കുന്ന മരത്തിൻ്റെ വിത്ത് പാകുന്നത് അല്ല അവർ ചെയ്തത്. എനിക്ക് വീട്ടിലിങ്ങനെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. കുറച്ചുകൂടി ധൈര്യം വേണം. 2 ദിവസത്തിനകം എനിക്ക് മറുപടി കിട്ടണം. അല്ലാതെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന്. മമ്മി കിടപ്പില്ല. നോക്കാൻ ആരുമില്ല. അനിയന് സ്കൂളിൽ പോകണ്ടേ? പപ്പായ്ക്ക് ജോലി ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അതോടെ വീട് പട്ടിണിയാവും. ചേട്ടായി വീട്ടിലുണ്ടല്ലോ മമ്മീനെ നോക്കാൻ. അത് കൊള്ളാം. ഞാൻ വീട്ടിൽ നിൽക്കാനോ? എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് കയറണ്ടേ? എത്ര കാലം ഞാൻ വീട്ടിൽ നിൽക്കും? മമ്മി ഇനി എണീക്കുമെന്ന് പോലും തീർച്ചയില്ല. ഞാൻ കല്യാണം കഴിച്ച് അവിടെ വന്നാലും ഇത് തന്നെയല്ലേ അവസ്ഥ. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അവിടുത്തെ അടുക്കളപ്പണിയും ചെയ്ത് ഞാനങ്ങനെ നിന്ന് പോകും. ഞാൻ ജോലിക്ക് പോകുമ്പോൾ നീ പോയില്ലെങ്കിൽ സാരമില്ല. വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകും. ഹോം നേഴ്സിനെ നിർത്തിയ ശമ്പളം കൊടുക്കണം. എനിക്കാവുമ്പോൾ ഒന്നും തരണ്ടല്ലോ അല്ലേ? അതെന്നാടി വർത്തമാനടി നീ പറയുന്നത്? നിന്നെ കണ്ടുകൊണ്ടൊന്നുമല്ല ഞാൻ ഈ ലോകത്തോട്ട് വന്നത്, ഇത്രയും കാലം ജീവിച്ചതും. എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? എനിക്കെൻ്റെ വീട്ടുകാരോട് യാതൊരു ഉത്തരവാദിത്വം വേണ്ടെന്നാണോ? കൂടുതലൊന്നും പറയണ്ട. 2 ദിവസത്തിനകം എനിക്ക് തീരുമാനം അറിയണം. ജിബിയ മിണ്ടാതെ കിടന്നു. കണ്ണ് നീറുന്നുണ്ട്. നെഞ്ചിൽ പണ്ടാരോ തറച്ചു വെച്ച കടാരമുന അല്പം കൂടി കുത്തിക്കയറുന്നു. നീ എന്നാ മിണ്ടാത്തെ? യെസ് ഓർ നോ അല്ലേ? അതെ. പറയാം. അതല്ല, എനിക്ക് പകരം വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതും പറഞ്ഞേക്ക്. ജിബിയ ആദ്യമൊന്ന് നടുങ്ങി. പറയാൻ എന്തൊക്കെയോ ആർത്തിരമ്പി വന്ന് വിതുമ്പൽ കടിച്ചമർത്തി പറഞ്ഞു. എല്ലാം പറയാം. പിന്നെ മറുവശത്ത് മൗനം. നിമിഷങ്ങൾക്കകം ഫോൺ കട്ടായി. ജിബിയ അല്പനേരം ഫോണിലേക്ക് തന്നെ തുറിച്ചു നോക്കി. ഒരു വിഷജന്തുവിനെ നോക്കുന്ന പോലെ ഞരമ്പുകൾ പെട്ടെന്ന് തളർന്നു. അവൾ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി കരയാൻ ധാരാളം സമയമുണ്ട്. കുറച്ച് സമയം അങ്ങനെ പോയി. കുറേ സങ്കടം ഒഴുക്കിക്കളഞ്ഞപ്പോൾ ആശ്വാസം, ധൈര്യം. വീട്ടിലേക്ക് വിളിച്ച് അഭിപ്രായം ചോദിക്കാം. ഒന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല എന്നൊന്നും ആരും പറയാനിടവരുത്. ജിബിയ ബിൻസിയുടെ നമ്പറിലേക്ക് വിളിച്ചു. നീ എന്താ ഈ നേരത്ത്? നിൻ്റെ നൈറ്റ് കഴിഞ്ഞോ? അത് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ പകലാണോ ജോലി? അതെ. നിൻ്റെ ഒച്ച തന്നെ അടഞ്ഞിരിക്കുന്നത്. ജലദോഷമുണ്ടോ? ചെറുതായിട്ട്. വേറെ എന്തെങ്കിലും പ്രയാസം ഉണ്ടോടോ? ഇല്ല. എന്നാലും ഇങ്ങനെയല്ലല്ലോ നിൻ്റെ ശബ്ദം. ഞാൻ കുറച്ച് കരഞ്ഞായിരുന്നു. അയ്യോടെ, എന്തിന്? ഇവിടെ കരയാൻ ഓരോ ദിവസം എന്തെങ്കിലും കാരണമുണ്ടാവും. ഇന്നെന്നാ പറ്റിയടി മോളെ? ജെയ്സൺ വിളിച്ചിട്ടുണ്ടായിരുന്നു.
അവനിപ്പോഴും ഉണ്ടോ? പിന്നെ എന്നാ മമ്മി വിചാരിച്ചേ? ചത്തുപോയെന്നോ? ആ, എന്നോടാണോ ദേഷ്യം? ജിബിയ അല്പസമയം മിണ്ടാതിരുന്നു. അവനെന്നാ പറഞ്ഞിട്ടാ നിനക്ക് ഇത്രയും മനപ്രയാസം? ജെയ്സൻ്റെ മമ്മി സ്ട്രോക്ക് വന്ന് കിടപ്പിലായി. ഇനി എണീക്കുമെന്ന് സംശയം. എന്നോട് പറഞ്ഞു കല്യാണം ഉടനെ നടത്തുമെന്ന്. മമ്മിയെ നോക്കാൻ ആൾ വേണം. ജെയ്സന് ജോലിക്ക് പോകണമെന്ന്. നീ അവിടെ പോയി നിന്ന് അവൻ്റെ അമ്മയെ നോക്കാനോ? അത് മാത്രമല്ല, മമ്മി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ ജോലിയും ചെയ്യണം. പിന്നെ ജെയ്സൻ്റെ കാര്യങ്ങളും നോക്കട്ടെ. അത് കൊള്ളാമല്ലോ. എന്നാൽ നീ 2 കൊല്ലം ഇവിടെ വന്ന് നിൽക്ക്. ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യ്. എനിക്കും കുറച്ച് നാൾ വിശ്രമിക്കണം. എത്ര കൊല്ലമായി ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. മമ്മി ഇത് പറ, ഞാൻ സമ്മതിക്കണോ വേണ്ടയോ? ഇതിനാണോടെ നിന്നെ ഇത്രയും വളർത്തി പഠിപ്പിച്ചേ? വല്ലവൻ്റെ അടുക്കള ജോലി ചെയ്യാനാണെങ്കിൽ അതും കുറേ നേരത്തെ ആകാമായിരുന്നല്ലോ. ഇപ്പം വീടും പണയത്തിലായി. എൻ്റെ കമ്മലും പോയി. ഇതുവരെ അത് എടുത്തിട്ടില്ല. കുറച്ച് പൈസ ഞാൻ അയച്ചു തന്നായിരുന്നല്ലോ. അതുകൊണ്ട് വല്ലതും ആയോടി? ഇവിടെ 100 ആവശ്യങ്ങളാണ്, നിനക്കറിയാലോ. പപ്പായ്ക്ക് വയ്യാതായി വരിക. ഒന്നാമതേ റബ്ബർ വെട്ട് ഇപ്പോൾ ഇല്ല. അതിന് വിലയില്ലാത്ത കാരണം എല്ലാവരും റബ്ബർ വെട്ട് നിർത്തി. ജോസിനെ മോളെ പഠിപ്പിക്കണ്ടായോ? ഒരു വീടാകുമ്പോൾ എന്നതൊക്കെ ചിലവുകളാണ്. നീ 2000-3000 രൂപ അയച്ചു തരുമ്പോൾ അതിവിടെ നിധി കിട്ടുന്ന പോലെയാണ്. അതുപോലെ നീ അറിയുന്നുണ്ടോ? ദിവ്യ എല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ കിടന്നു. ജോബിനെ കൊണ്ടാണെങ്കിൽ ഒരു ഉപകാരമില്ല. പെറ്റ തള്ളയും തന്തയും ഒരു കൂടപ്പുറപ്പോഴും എങ്ങനെ കഴിയുന്നെന്ന് പോലും അവനറിയണ്ട. ഇവിടുന്ന് എന്നതേലും കിട്ടുന്നുണ്ടോയെന്ന് അവൻ്റെ നോട്ടം. മൂത്ത മോനാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ എന്നാ ഒന്നും മിണ്ടാത്തെ? മമ്മി പറഞ്ഞു, കേൾക്കുന്നുണ്ട്. എന്നിട്ട് നീ അവനോട് എന്നാ പറഞ്ഞു? വീട്ടിൽ ചോദിച്ചിട്ട് പറയാമെന്ന്. അതെന്നാത്തിന് അങ്ങനെ പറഞ്ഞ്? പറ്റത്തില്ലാന്ന് നീ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. എനിക്ക് പറ്റുമല്ലോ. എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. പക്ഷേ എൻ്റെ വീട്ടുകാരോട് ചോദിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നിനക്ക് സമ്മതമാണെങ്കിൽ പിന്നെ നീ എന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നത്? നിങ്ങളാരും സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട. അതിപ്പോൾ അവനെന്നാ വിചാരിക്കും? ഞങ്ങൾ കാരണം നിൻ്റെ കല്യാണം മുടങ്ങിയെന്ന്. അങ്ങനെ വിചാരിച്ചാൽ എന്താ കുഴപ്പം? ഞാൻ എൻ്റെ ഒരു വലിയൊരു ഇഷ്ടം വേണ്ടാന്ന് വെക്കുമ്പോൾ അത് ആർക്ക് വേണ്ടിയാണെന്നും എന്തിനു വേണ്ടിയാണെന്ന് അവരും കൂടി അറിയണ്ടേ? എല്ലെങ്കിലും ഒടുക്കം ഒരു ചോദ്യം വരും, നീ ഞങ്ങൾക്ക് വേണ്ടി എന്നാ ചെയ്തെന്ന്. കണക്ക് പറയാണോടി നീ? നിങ്ങളുടെ ബുക്കിൽ കണക്കുണ്ടല്ലോ. വളർത്തിയതും പഠിപ്പിച്ചതും വീട് പണയം വെച്ചതും എല്ലാം തിരിച്ചു തരുന്നതിൻ്റെ കണക്കുകൂടി വേണ്ടായോ മമ്മി? എന്നാൽ പിന്നെ അവനോട് പറഞ്ഞേക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന്. ഞങ്ങൾ പിച്ച തണ്ടിയിട്ടായാലും എങ്ങനെയെങ്കിലും ജീവിച്ചാടാം. ശരി. ജിബിയ കോള് കട്ട് ചെയ്തു. കണ്ണിന് വീണ്ടും പുകച്ചിൽ. ഇനി കരയരുതെന്ന് ഉറപ്പിച്ച് അവൾ ഹോസ്പിറ്റലിലെ രോഗികളെ പറ്റി ഓർത്ത് കിടന്നു. അടുത്ത ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ജിബിയുടെ നഴ്സിംഗ് ഓഫീസിലേക്ക് വിളിപ്പിച്ചു. ഇന്നു മുതൽ ജിബിയയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റ് വേറെയാണ്. കാർഡിയോളജി ICUലാണ് ഡ്യൂട്ടി. ഞാനിതൊരു ICU ഡ്യൂട്ടി ചെയ്തിട്ടില്ല. എക്സ്പീരിയൻസ് ഇല്ലെന്നേ ഉള്ളൂ. അതൊക്കെ പെട്ടെന്ന് പിക്കപ്പ് ആയിക്കോളും. സന്തോഷിക്കുകയാണോ സങ്കടപ്പെടുകയാണോ വേണ്ടെന്ന് ജിബിയയ്ക്ക് അറിയില്ലായിരുന്നു. ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അത് മറ്റൊരു നരകത്തിലേക്കാണോ? കാർഡിയോളജി ICU കണ്ടപ്പോൾ അവൾക്ക് ആദ്യമേ സമാധാനമാണ് തോന്നിയത്. ശാന്തമായ അന്തരീക്ഷം, 40-50 പേഷ്യൻ്റ്, 2-3 നഴ്സുമാർ എന്ന സ്ഥിതിയല്ലേ അവിടെ. ഒരു ബെഡിന് ഒരു നേഴ്സ്. പേഷ്യൻ്റ് എല്ലാം തന്നെ അബോധാവസ്ഥയിലോ അർദ്ധബോധാവസ്ഥയിലോ കിടക്കുന്നവർ. സംസാരിക്കാനും എണീക്കാനും കഴിയുന്നവർ വിരളം. ഏറ്റവും ആശ്വാസകരം ബൈസ്റ്റാൻഡർമാർ ഇല്ല എന്നതാണ്. ഇൻചാർജ് ഇവിടെയും മലയാളി തന്നെ. അവരുടെ സ്വഭാവത്തിന് മാത്രം എവിടെയും മാറ്റമൊന്നുമില്ലെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജിബിയയ്ക്ക് ബോധ്യപ്പെട്ടു. കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും അലറി വിളിക്കാനും ചാടിക്കടിക്കാനും തയ്യാറായി നിൽക്കുന്ന ചീറ്റപ്പുലി. തന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് അടിപൊളിയുള്ള നോട്ടം കണ്ടപ്പോഴേ ജിബിയയ്ക്ക് മനസ്സിലായി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വേഷം കെട്ടാനൊന്നും ഇങ്ങോട്ട് വരണ്ട. മുഖത്തും കഴുത്തിനും പുട്ടി വാരിയിട്ടോട്ടുണ്ട് ഇവിടെ വരണ്ട. കല്യാണത്തിന് മേക്കപ്പ് ചെയ്യുന്ന മാതിരി ഇവിടെ പറ്റത്തില്ല. അതുപോലെ പലതരത്തിലുള്ള കമ്മലും മാലയും വളയും വെച്ച് ഒന്നും ഇവിടെ പറ്റത്തില്ല. അതൊക്കെ വീട്ടിൽ. ജിബിയ ഒന്നും മിണ്ടാതെ കേട്ടു നിന്നു. ആകെ ചെയ്യുന്നൊരു മേക്കപ്പാണ്. കുളിച്ചിട്ട് വരുമ്പോൾ മുഖത്ത് അല്പം പൗഡർ പൂശുമെന്നത് മാത്രം. കറുത്തു തടിച്ച ഈ സ്ത്രീക്ക് തൻ്റെ തൊലിവെളുപ്പ് തീരെ പിടിച്ചിട്ടില്ലെന്ന് ജിബിയയ്ക്ക് മനസ്സിലായി. ഒരുങ്ങിക്കെട്ടി വന്നോളും, ഫാഷൻ പരേഡിനാണെന്ന വിചാരം. ചെല്ല് പോ. ജിബിയ അവരുടെ മുന്നിൽ നിന്നും പിന്തിരിഞ്ഞു നടന്നു. ജിബിയയ്ക്ക് കിട്ടിയ ക്യൂബിക്കിളിൽ വെച്ച് സിസ്റ്റർ ലീന സെബാസ്റ്റ്യൻ അടക്കം പറഞ്ഞു, അവർക്ക് തൊലി വെളുത്തവരെ കണ്ടുകൂടാ.
എനിക്ക് മനസ്സിലായി. ജിബിയെ പുഞ്ചിരിച്ചു. എവിടെ ചെന്നാലും ഇങ്ങനെ തന്നെയല്ലേ? വാർഡിലും ഇങ്ങനെയായിരുന്നു. ഞാൻ കുറേ അനുഭവിച്ചിട്ടാണ് വന്നത്. എന്നാൽ പിന്നെ സാരമില്ല. സിസ്റ്റർ ലീന അവളുടെ പേഷ്യൻറ്റിൻ്റെ സമീപത്തേക്ക് പോയി. അടുത്ത ദിവസം രാത്രി ജിബിയയ്ക്ക് ജെയ്സൻ്റെ കോൾ വന്നു. എന്താണ് ഡിസിഷൻ? അറുത്ത മുറിച്ച പോലെയാണ് ചോദ്യം. കയ്യിൽ കശാപ്പുകാരൻ്റെ കത്തിയുള്ളതുപോലെ തോന്നി. ഞാൻ വീട്ടിൽ സംസാരിച്ചു. വിശദീകരണമൊന്നും വേണ്ട. യെസ് ഓർ നോ? ജിബിയെ വീർപ്പടക്കി. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. പറഞ്ഞോ. ജെയ്സൺ സ്വരം ഒന്നുകൂടി കടുത്തതായിരുന്നു. നോ, ജിബിയ പറഞ്ഞു. മറുവശത്ത് നിശബ്ദത. നിമിഷങ്ങൾ കടന്നു പോകുന്നുണ്ടോ, അതോ സ്തംഭിച്ചു നിൽക്കുകയാണോ? പെട്ടെന്ന് ഇടിനാദം പോലെ വീണ്ടും ആ സ്വരം. ഇനി എന്നെ വിളിക്കരുത്. ഞാനും വിളിക്കില്ല. കഴിഞ്ഞു. അടുത്ത നിമിഷം താഴെ വീണുടഞ്ഞതുപോലെ കോൾ കട്ടായി. അധ്യായം 34. ജയപ്രകാശ് കൂട്ടുകാരുമൊത്ത് രാത്രി 10:30 മണിയോടുക്ക് ഓട്ടോയിലെത്തി. ഓട്ടോറിക്ഷ വീടിന് താഴെ റോഡരികിൽ നിർത്തിയിറങ്ങി. മൊബൈലിൽ ടോർച്ച് തെളിച്ച് മണ്ണ് വെട്ടിപ്പൊഴിച്ചുണ്ടാക്കിയ പടികൾ കയറി വീട്ടുമുറ്റത്തേക്ക് വന്നു. വീട്ടിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ ഒരു തരി പോലുമില്ല. വീട്ടു വെളിച്ചം. ഇതെന്നാ ജയപ്രകാശ, നിന്റെ വീട്ടിലെല്ലാവരും ലൈറ്റ് കെടുത്തി കിടന്നുറങ്ങിയ? നേരെ ഇരുട്ടിയതല്ലേ ഉള്ളൂ. ശ്രീകുട്ടൻ സമീപത്തെ വീടുകളിൽ നോക്കി. ഇവിടെ മാത്രം വെളിച്ചമില്ലാതെ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ലൈറ്റ് ഉണ്ടല്ലോ. ജയപ്രകാശ് വരാന്തയുടെ പടികൾ കയറി വിളിച്ചു. എടിയേ പവിത്രേ, ഇവിടെ എല്ലാവരും ചത്തോ? കഥ കടച്ചില്ല, ചാരിയിട്ടേ ഉള്ളൂ. ഇരുട്ടത്ത് നിന്നും പവിത്രയുടെ മറുപടി വന്നു. നീ അവിടെ എന്നാ ചെയ്യുക? ഇങ്ങോട്ട് വന്നടേ. ഞാൻ വന്നിട്ട് എന്നാ ചെയ്യണ? ഇവിടെ കറണ്ടില്ല. അതെന്നാ പറ്റി? ബാക്കി എല്ലായിടത്തും ഉണ്ടല്ലോ. അവരൊക്കെ കറണ്ട് ചാർജ് അടയ്ക്കുന്നുണ്ടവരാ. അവരവരുടെ വീട്ടിലെ ഫീസൊന്നും ആരും ഊരിക്കൊണ്ട് പോയിട്ടില്ല. ഇവിടുത്തെ ഫീസ് ഊരിയോ? എനിക്കറിയാൻ മേല. ഇന്നലെ ഒരു ലൈൻമാൻ വന്ന് ഇന്നുകൂടെ അടച്ചില്ലെങ്കിൽ കറണ്ട് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോഴാണോ ഇവിടെ നീ പറയുന്നത്? രാവിലെ പറഞ്ഞില്ലേ? അവർ വന്ന് ഫീസ് ഊരിയപ്പോൾ പറയാത്തെന്താ? അത് ഞാൻ പറഞ്ഞില്ലെന്ന് വൈകിട്ടല്ല മനസ്സിലായ? വൈകിട്ട് പറഞ്ഞില്ലല്ലോ നീ. പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇനി നാളെ ഓഫീസിൽ കൊണ്ടുപോയി പൈസ അടയ്ക്കണം. എന്നാലേ കറണ്ട് കിട്ടത്തുള്ളൂ. നിനക്കിതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞാലെന്നാ? 150 തവണ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ എങ്ങനെയാ? നിനക്കൊരു വിളക്ക് കത്തിച്ച് വെക്കല്ലോടി ക്ഷമമേ. മണ്ണെണ്ണയില്ല. 3 ആഴ്ചയല്ലേ പറയാൻ തുടങ്ങിയിട്ട്. തീർന്നു. ഇവിടെ പിന്നെ എന്നതാ ഉള്ളത്? 2 ചീവച്ചവ ഞങ്ങൾ. ഒന്നിൻ്റെ പേരറിയാലോ, പവിത്ര. ഇപ്പം വിളിച്ചു. അടുത്തതിൻ്റെ പേര് അപ്പു. കൂട്ടുകാരെല്ലാം ഈ സംഭാഷണം കേൾക്കണമെന്ന് ഓർത്തപ്പോൾ ജയപ്രകാശിന് കലിയേറി. അമ്മ എവിടെന്നാ ചോദിച്ചേ? എനിക്കറിയാൻ മേല. 4 മണി കഴിഞ്ഞപ്പോൾ ഒരുങ്ങിയിറങ്ങിപ്പോയതാ. നിന്നോട് എഴുന്നേറ്റ് വരാനല്ലേ പറഞ്ഞേ? പവിത്ര വാതിക്കൽ ഇറങ്ങി വന്നു. ഞാൻ വന്നു. ഇത് പിടി. എന്നതാ കാണാമല്ല? 1 കിലോ കൊഴുവ, പിന്നെ കുറച്ച് മത്തിയുണ്ട്. അത് പീര വെച്ചോ. കൊഴുവ ഇപ്പം തന്നെ വറക്കണം. ഈ ഇരുട്ടത്താ. ജയപ്രകാശിന് അബദ്ധം മനസ്സിലായി. അവൾ മുറ്റത്തേക്കിറങ്ങി കൂട്ടുകാരുമായി ആലോചിച്ചു. അന്തോണിച്ചൻ്റെ വീട്ടിലോട്ട് പോയാലോ? ഇത്രയും രാത്രിയായിട്ട് മീനും കൊണ്ട് ചെന്നാൽ അവൾ നാഗവല്ലിയാകും. അന്തോണിച്ചൻ പറഞ്ഞു. പ്രകാശ, ഞാൻ എൻ്റെ വീട്ടിലെ പീസൂരി കൊണ്ടുവരാം. എൻ്റെ കെട്ടിയോളം പിള്ളേരും അവിടെ വീട്ടിൽ പോയിരിക്കുവാണല്ലോ. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഞാനത് കൊണ്ടുപോയി ഫിറ്റ് ചെയ്തോളാം. ഓമനക്കുട്ടൻ്റെ വീട്ടിലോട്ട് അധികം ദൂരമില്ല. ജയപ്രകാശിന് ഓട്ടം എടുത്ത് ഓമനക്കുട്ടനും അന്തോണിച്ചനും പോയി. 10 മിനിറ്റിൽ ഫ്യൂസൂരി കൊണ്ടുവന്നു. അത് ജയപ്രകാശിൻ്റെ വീട്ടിലെ ഫ്യൂസൂരിയ സ്ഥാനത്ത് തിരികെ കയറ്റും. വീടിൻ്റെ വരാന്തയിൽ വെളിച്ചം പരന്നു. മുകളിലത്തെ ലൈറ്റ് കൂടി ഇടാൻ പറ, അന്തോണിച്ചൻ പറഞ്ഞു. അതിൻ്റെ ബൾബ് പോയതാ. എല്ലാവരും വരാന്തയിലോട്ട് കയറി വാ. ജയപ്രകാശ് ക്യാരി ബാഗ് തൂക്കിപ്പിടിച്ച് വരാന്തയിൽ കയറി. എത്ര പെട്ടെന്ന് കുഴവ് വറക്ക്. അത് കഴിഞ്ഞ് കപ്പയും പുഴുങ്ങി മത്തിപ്പീരും. ആദ്യം 4 ഗ്ലാസും എടുക്ക്. ക്യാരി ബാഗുകൾ നീട്ടിക്കൊണ്ട് ജയപ്രകാശ് പവിത്രയോട് പറഞ്ഞു. അടുക്കളയിൽ ലൈറ്റില്ല. ബൾബ് പോയിട്ട് ദിവസം എത്രയായി? എല്ലാ ദിവസവും പറയുന്നില്ലേ ബൾബ് വാങ്ങിച്ചതാന്ന്. മുറിയിലെ ബൾബ് ഒരു അടുക്കളയിലിട്ടിട്ടാ പോരെ? അന്തോണിച്ചൻ ചോദിച്ചു. ഇവിടെ ഒരു മുറിയിലെ ലൈറ്റുള്ളൂ. അത് അമ്മയുടെ മുറിയാ. പൂട്ടിക്കൊണ്ട് പോയേക്കുവാ. ഞങ്ങളുടെ മുറിയിൽ ബൾബ് പണ്ടേ ഫ്യൂസ് ആയതാ. പിന്നെ വരാന്തയിലൊരു ട്യൂബാ, പവിത്ര പറഞ്ഞു. വേറൊരിടത്തും ബൾബില്ലേ? നിന്റെ കക്കൂസിൽ പോലും ബൾബില്ലടോ പ്രകാശ. ഉണ്ടായിരുന്നതാ. ജയപ്രകാശ് തലചൊറിഞ്ഞു. ഒരു ബൾബ് പോയാൽ മാറ്റിയെടുത്തില്ല. അമ്മിക്കല്ലും ഉരലൊക്കെ വച്ചേക്കുന്നിടത്ത് ബൾബുണ്ടായിരുന്നു. അത് പോയപ്പോൾ തൊട്ട് പറയുന്നതാ. എപ്പോഴും അടുക്കള വാതിൽ വഴി ഓരോ കാര്യത്തിന് പുറത്തോട്ട് ഇറങ്ങാനുള്ള. പാമ്പും പഴുതാരയും ഒക്കെ ഉള്ളതാ. ഈ ബൾബ് വാങ്ങിച്ചിടാൻ പറഞ്ഞ ഇടത്തില്ല, പവിത്ര ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വീട്ടിൽ പോയി 2 ബൾബ് ഊരിക്കൊണ്ടുവരാം. ഓമനക്കുട്ടൻ സഹായ സന്നദ്ധനായി. പോകുമ്പോൾ ഭാര്യയെ കൊണ്ട് വിളിച്ചോണ്ട് പോരെ. ഈ മീൻ വെട്ടാനും കപ്പ ഒഴുങ്ങാനും ആരെങ്കിലുമൊക്കെ വേണ്ടേ? പവിത്ര കൂസലന്നെ പറഞ്ഞു. എന്നാ കോപ്പിലെ വർത്താനോടി നീ പറയുന്നേ? ജയപ്രകാശ് പവിത്രയുടെ നേർക്ക് ചോദിച്ചു.
രാത്രി എത്ര മണിയായെന്ന പ്രകാശേട്ടൻ്റെ വിചാരം? 11 കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കള്ളു കുടിക്കാൻ ടച്ചിങ്സും ഞാൻ കൊതുകടിയും കൊണ്ട് അടുക്കളപ്പുറത്ത് പോയി കുന്തിച്ചിരുന്ന് ഈ മീൻ മുഴുവൻ വെട്ടി വറുത്ത് പൊരിച്ച് പീര വെച്ച് തരണം അല്ലേ? ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോ ഭാര്യ. ഇതെല്ലാം അവരവരുടെ അടുത്ത് നിന്ന് കൊടുക്കാൻ മേലേ? പവിത്ര വിട്ടുകൊടുത്തില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.